എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ചപ്പാത്തിയുടെ കൂടെയും പൂരിയുടെ കൂടെയും കഴിക്കാൻ പറ്റുന്ന ഒരു മുട്ട മപ്പാസ് എങ്ങനെ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനാവശ്യമായുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മളിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, പച്ചമുളക്, കറിവേപ്പില, സവാള, തക്കാളി, പിന്നെ നമ്മൾ പൊടികൾ നമ്മൾ ഇടാൻ നേരത്ത് കാണിച്ചു തരാം. പിന്നെ തേങ്ങാപ്പാൽ വേണം. അതിൻ്റെ ഫസ്റ്റ് പാല് എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് സെക്കൻഡ് പാല്. നമുക്ക് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാമേ. നമുക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് നമ്മൾ അതിൻ്റെ അകത്തോട്ട് കടുകിട്ട്, കടുക് നന്നായി പൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വെളുത്തുള്ളി ഇഞ്ചി നമുക്ക് അതിൻ്റെ അകത്തേക്ക് ഇടാം. നന്നായി മൂപ്പിച്ചെടുക്കുക. അതിൻ്റെ ഇനി സവാള ഇട്ട് നന്നായി നമുക്കത് മൂപ്പിച്ചെടുക്കാം. ബ്രൗൺ കളർ ആകുന്നിടം വരെ നമുക്കത് വഴറ്റിയെടുക്കാം. നമുക്ക് പച്ചമുളക്, കറിവേപ്പില ഇതും കൂടെ ഇട്ട് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാമേ. സവാള നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ അത് പൊടികളിടാം. മഞ്ഞൾപ്പൊടി ആവശ്യത്തിന്, മല്ലിപ്പൊടി, ഞാൻ 1.5 സ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. ഗരം മസാലപ്പൊടി ഇത്രയിട്ട് നമുക്ക് നന്നായിട്ട്, ഞാൻ ഒരു തക്കാളി എടുത്തിട്ടുണ്ട്. തക്കാളിയും കൂടി എടുത്ത് നമുക്ക് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം കേട്ടോ. തക്കാളി, സവാള പൊടികളെല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി നമുക്ക് പാലെടുത്ത് വെച്ച തേങ്ങാപ്പാലെടുത്ത് വെച്ചേക്കുന്ന 2ാം പാൽ ഒഴിക്കാം കേട്ടോ. രണ്ടാം പാലിൽ കിടന്ന് കുറച്ച് നേരം കിടന്ന് വേവണം. അര ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഉപ്പ് വേണോ ഇല്ലയോ എന്ന്, പാകത്തിനാണോ ഇല്ലയോ എന്ന് നോക്കിയിട്ട് പിന്നെ നമുക്ക് ചേർക്കാം. ഇതിനി നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. അങ്ങനെ നമ്മുടെ മപ്പാസ് കറിയുടെ നന്നായി കുറുകി ഇപ്പം വന്നിട്ടുണ്ട്. നമുക്ക് ഇച്ചിരി കുരുമുളക് പൊടിയും കൂടി ഇടാം. ഒരുപാട് വേണ്ട, കുഞ്ഞുങ്ങളുണ്ട്, എരിവ് അവർക്ക് പാടാണ്. കുറച്ച് കുരുമുളക് പൊടി, പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും കൂടി ഞാൻ കുറച്ച് ചേർക്കുന്നുണ്ട്. നമുക്ക് നമ്മുടെ മുട്ട മപ്പാസ് റെഡിയായിട്ടുണ്ട്. മുട്ട ഇട്ട് കൊടുക്കാം. മുട്ട ഞാൻ ഇത് ഇങ്ങനെ കുറച്ച് മുറിച്ചിട്ടുണ്ട്, എരിവൊക്കെ അതിൻ്റെ അകത്തോട്ടൊന്ന് പിടിക്കാൻ വേണ്ടി. നന്നായി ഇളക്കി ഒന്ന് യോജിപ്പിക്കാം. മുട്ട മപ്പാസ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം. ചപ്പാത്തിയുടെ കൂടെയും പൂരിയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ബൈ.